മോസ്റ്റ് ഓഫ് മൈ ടെക്നിക്സ് നിതിൻ ചക്രവർത്തി സാർ പറഞ്ഞതാണ്. പുള്ളീനെ ഞാനൊരു 10-20 ദിവസമെങ്കിലും ഞാൻ പുള്ളീനെ കാണിച്ചിട്ടുണ്ട്. എന്റെ ഫീഡ്ബാക്ക് വാങ്ങാറുണ്ട്. പുള്ളി ഇങ്ങനെ ഒരു ഇൻക്രിമെന്റൽ ഇംപ്രൂവ്മെന്റ് ലൈക്ക് ഒരു 1 വീക്ക് ഒരു കാര്യം പറയും, അത് ഇംപ്രൂവ് ചെയ്ത് നെക്സ്റ്റ് വീക്ക് പോകുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ഇംപ്രൂവ്മെന്റ് പറയും. അങ്ങനെയായിരുന്നു പുള്ളിയുടെ കൂടെ. അപ്പോ പറയാനുള്ളത് ഒന്ന് ബ്രെയിൻ സ്റ്റോമിങ്. ഒരു ടോപ്പിക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു 15 മിനിറ്റ്സ് എടുത്ത് ബ്രെയിൻ സ്റ്റോം ചെയ്യുക നല്ലോണം. ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ഒരുപാട് ഡയമെൻഷൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അത് വെറുതെ ഡയമെൻഷൻസ് അല്ല, റിലേറ്റബിൾ ആയ കൊണ്ടുവരാൻ പറ്റുന്ന ഡയമെൻഷൻസ്. പിന്നെ അതിപ്പോ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബിഫോർ റൈറ്റിംഗ്, സ്റ്റാർട്ടിംഗ് ടു റൈറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. സെക്കൻഡ് എഴുതി തുടങ്ങുമ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ആണ് ആദ്യം. ഇൻട്രൊഡക്ഷൻ എന്ത് എഴുതും, അപ്പൊ അവിടെ കുറെ ടൈം വേസ്റ്റൻസ് ആയിരുന്നു. അപ്പോ ഫിലോസഫിക്കൽ എസ്സേ ആണെങ്കിൽ ഞാൻ ഒരു ഇൻട്രൊഡക്ഷന് വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരുന്നത് മഹാഭാരതമായിരുന്നു. ഫിലോസഫി എന്ന് പറയുമ്പോൾ മഹാഭാരതം മീൻസ് അതിൽ കിട്ടാത്ത ഫിലോസഫി വേറൊന്നുമില്ല. അപ്പോ ഏത് ടോപ്പിക് ആണെങ്കിലും സ്റ്റാർട്ടിംഗ് ട്രബിൾ ഇല്ലാതെ ഒരു ഇൻട്രോ എഴുതാൻ പറ്റും. മഹാഭാരതം ഉണ്ടെങ്കിൽ അപ്പൊ ഐ യൂസ് ടു റിലേ ഓൺ മഹാഭാരതം. But we can also bring other elements, Greek stories കൊണ്ടുവരാം, അങ്ങനത്തെ പല ഏരിയാസ് കൊണ്ടുവരാം. That is up to the person, but I rely on Mahabharata. Again GS വരുമ്പോ എനിക്ക് ഇതുപോലെ സ്റ്റാർട്ടിംഗ് ട്രബിൾ ലിങ്ക് കൊടുക്കും. പക്ഷെ അവിടെ സ്റ്റോറീസ് എപ്പോഴും സ്റ്റോറീസ് കിട്ടണമെന്നൊന്നുമില്ല. പറ്റുന്നിടത്തൊക്കെ ഇതുപോലത്തെ യൂണീക് സ്റ്റോറീസ് ന്യൂസ് പേപ്പേഴ്സിന് കിട്ടുന്നതോ അല്ലെങ്കിൽ എനിക്ക് തന്നെ അറിയാവുന്നത് എന്തെങ്കിലും വരും. ഒന്നും പറ്റിയില്ലെങ്കിൽ ഞാനൊരു എന്തെങ്കിലും ഒരു ഫാക്ട് വെച്ചിട്ട് അങ്ങനെ എഴുതി തുടങ്ങാനും ചെയ്തിട്ടുണ്ട്. എങ്ങനെ കൺക്ലൂഷൻ വരുമ്പോ ഈ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും തമ്മിൽ ഒരു ഫുൾ സർക്കിൾ അത് എപ്പോഴും ഞാൻ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. മഹാഭാരതം ആണെങ്കിൽ സ്റ്റോറി അവിടെ പകുതിക്ക് ഉപേക്ഷിച്ചിട്ട് കൺക്ലൂഷനിലായിരിക്കും എന്തെങ്കിലും അത് ഫിൽ ചെയ്ത് കൊടുക്കുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ആ ഒരു ബോഡി, എസ്സേയുടെ ഒരു ബോഡിയിലേക്ക് വരുമ്പോഴത്തേക്ക് എപ്പോഴും ഒരു പാരഗ്രാഫ്, ആൻഡ് പാരഗ്രാഫ് ഷുഡ് ബി ഷോർട്ട്. അപ്പൊ നിതിൻ സാർ എപ്പോഴും പറയും ഒരു 4-5 ലൈൻസ് ആണ് ഐഡിയൽ, ഒരുപാട് വലിയ ലെങ്തി പാരഗ്രാഫ് എഴുതരുത്. പിന്നെ ഒരു പാരഗ്രാഫിൽ നിന്ന് അടുത്ത പാരഗ്രാഫിലേക്ക് പോകുമ്പോൾ ഒരു ട്രാൻസിഷൻ സെന്റൻസ്, ദാറ്റ് ഈസ് ലാസ്റ്റ് സെന്റൻസ് ഓഫ് ദ പാരഗ്രാഫ് ഷുഡ് ബി അബൌട്ട് അടുത്ത വരാൻ പോകുന്ന പാരഗ്രാഫിന്റെ ഒരു മുന്നോടിയായിട്ട് കൊടുക്കാൻ പറ്റിയ അത്ര നല്ലതായിരിക്കും. അതിന് നമുക്ക് ബെസ്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. സോ വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ട് അടുത്തതിൽ സൊല്യൂഷൻ കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ ഒരു ലിങ്ക് കൊടുത്തു പോയാൽ എപ്പോഴും ഇങ്ങനെ അടുക്കി വെച്ചതുപോലെ ഈ പാരഗ്രാഫ്സ് മുന്നോട്ട് പോകും. അപ്പൊ ആ ഒരു എസ്സേ വായിക്കുന്ന ആൾക്കും ഒരു ഐഡിയ ഉണ്ടാവും. പിന്നെ എസ്സേ തുടങ്ങുന്നതിന് മുന്നേ ഇൻട്രൊഡക്ഷന് ശേഷം ഒരു ഓവർവ്യൂ, എസ്സേയിൽ നമ്മൾ എന്താ എഴുതാൻ പോകുന്നത് എഴുതുന്നത് എപ്പോഴും ഹെൽപ്ഫുൾ ആണ്. അത് നമുക്കും ഹെൽപ്ഫുൾ ആണ്, വായിക്കുന്ന ആൾക്കും ഹെൽപ്ഫുൾ ആണ്. കാരണം ഇതിപ്പോ നമ്മളിത് ഇല്ലാണ്ട് എഴുതുവാണെങ്കിൽ എഴുതി വരുമ്പോഴത്തേക്ക് നമുക്ക് പുതിയ ഐഡിയ വരും. അപ്പൊ വി വിൽ നോട്ട് സ്റ്റിക് ടു ദ പ്ലാൻ വി ക്രിയേറ്റഡ്. ആദ്യത്തെ 15 മിനിറ്റ്സിൽ ബ്രെയിൻ സ്റ്റോം ചെയ്ത കണ്ടന്റ് ആയിരിക്കത്തില്ല എഴുതി പോകുന്നത്. അതേപോലെ തന്നെ ഈ വായിക്കുന്ന ആൾക്കും ആദ്യമേ ഓവർവ്യൂ വായിച്ചു, പുള്ളിക്കൊരു ഐഡിയ ഉണ്ട്, ഈ കുട്ടി ഇതിനെ പറ്റിയാണ് ഇപ്പൊ എഴുതാൻ പോകുന്നത്. അപ്പൊ വായിക്കുന്ന സമയത്ത് അവർക്കും ഡൗട്ട് വരത്തില്ല നമ്മൾ ഡീവിയേറ്റ് ചെയ്ത് പോകുന്നുള്ളത്. അപ്പൊ അത് ആദ്യമേ നമുക്ക് അവിടെ സോർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ എഗൈൻ മാക്സിമം ഗ്രാമറ്റിക്കൽ മിസ്റ്റേക്കും സ്പെല്ലിംഗ് മിസ്റ്റേക്സും ഒക്കെ വരുത്താതിരിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് വെൻ ഇറ്റ് കംസ് ടു എസ്സേ. എഗൈൻ ഒരു സ്ട്രക്ചർ ഉണ്ടാവണം. ലൈക്ക് ഇപ്പൊ ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഇതിന് ഒരു ഡയമെൻഷൻ അല്ലെങ്കിൽ ഒരു ഏരിയ നമ്മൾ നോക്കുന്നു, പെട്ടെന്ന് വേറെ ഡയമെൻഷൻ പറയുന്നു, എന്നിട്ട് വീണ്ടും പഴയ ഡയമെൻഷനിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു ജമ്പിൾഡ് അപ്പ് ആയിരിക്കരുത്. നമുക്ക് തന്നെ ഐഡിയ ഉണ്ടായിരുന്നു. ആദ്യം പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഇനി പ്രോബ്ലത്തിൽ ഒരു 7 ടൈപ്സ് ഓഫ് പ്രോബ്ലം, സോഷ്യൽ, എക്കണോമിക്കൽ, അതാണ് പറയുന്നത്. ഓക്കെ, അത് ഫുൾ പറഞ്ഞു കഴിഞ്ഞിട്ട് അതിന്റെ സൊല്യൂഷനിലേക്ക് പോവാം. അങ്ങനെ പോകുന്നതായിരിക്കും കുറച്ചും കൂടെ ഒരു നല്ലത്. ഇപ്പൊ ബേസിക്കലി പറയുകയാണെങ്കിൽ നമ്മുടെ തോട്ട്സിനെ ഒരു കൊഹറന്റ് രീതിയിൽ വൺ ആഫ്റ്റർ ദി അതർ ആയിട്ട് പറയാനും അത് കേൾക്കുന്ന ആൾക്ക് കൺഫ്യൂഷൻ വരാതിരിക്കാനും ശ്രമിക്കുകയാണ് വേണ്ടതാണ് എനിക്ക് മനസ്സിലായത്. എസ്സേയുടെ സിലബസിലും ഐ തിങ്ക് അത് എഴുതിയിട്ടുണ്ട്. UPSCയുടെ സിലബസിൽ അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പോ ഇതാണ് എസ്സേക്ക് എനിക്കൊരു സ്പെഷ്യൽ ടിപ്പായിട്ട് പറയാനുള്ളത്. പിന്നെ അഗൈൻ ഈ എക്സാമ്പിൾസ്, ഐ യൂസ് ടു ബ്രിങ് സോ മെനി എക്സാമ്പിൾസ് സോ ദാറ്റ് തിങ്സ് ബിക്കം റിലേറ്റബിൾ. പറഞ്ഞ കാര്യം എത്താൻ മനസ്സിലാവാൻ എപ്പോഴും എക്സാമ്പിൾസ് നല്ലതാണ്. അപ്പോ വീണ്ടും എക്സാമ്പിൾസ് വരുമ്പോൾ പലരും സ്ട്രഗിൾ ചെയ്യാറുണ്ട്, എവിടെ നിന്ന് കിട്ടും എക്സാമ്പിൾസ് എന്നൊക്കെ ഉള്ളത്. അഗൈൻ നമ്മളുടെ പേഴ്സണൽ സ്ട്രെങ്ത് റിലൈസ് ചെയ്യുന്നതായിരിക്കും ഒരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഒത്തിരി മൂവീസ് കാണാറുണ്ട്, ബുക്സും വായിക്കാറുണ്ട്. അപ്പൊ ബുക്സിൽ നിന്ന് നമുക്ക് പല ക്യാരക്ടേഴ്സിനെയും കൊണ്ടുവരാൻ പറ്റും. ഫേമസ് ബുക്സ് ആണെങ്കിൽ ആ ഒരു വായിക്കുന്ന ആൾക്കത് റിലേറ്റബിൾ ആയിരിക്കും. ഇപ്പൊ ടു കിൽ എ മോക്കിംഗ് ബേർഡ്, അതിനകത്തുള്ള കഥാപാത്രത്തിന് അറ്റിക്കസിനെ പറയുമ്പോൾ പ്രോബബ്ലി എസ്സേ കണക്ട് ചെയ്യുന്ന ആൾക്ക് അറിയായിരിക്കും അറ്റിക്കസിനെ പറ്റിയിട്ട്. ഇനി ഇത് പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ബയോഗ്രഫീസ് കാണുമായിരുന്നു. ഇംഗ്ലീഷ് മൂവീസ് ആണെങ്കിലും ഒരു മാക്സിമം ഒറിജിനൽ ആയിട്ടുള്ള സ്റ്റോറി ആയിട്ട് ക്ലോസ് ആയിട്ടുള്ള ബയോഗ്രഫീസ് ഇത് കാണുമ്പോൾ കുറച്ച് അത്ര ഫേമസ് അല്ലാത്ത എന്നാൽ കേൾക്കുമ്പോൾ നമുക്കൊരു
ഒരു രോമാഞ്ചകം തോന്നുന്ന രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റീസിനെ കുറിച്ചിട്ടൊക്കെ കിട്ടുമായിരുന്നു. അപ്പൊ ഇത് ഇറ്റ് യൂസ് ടു സ്റ്റിക്ക് ഇൻ മൈ മൈൻഡ് മോർ ദാൻ റീഡിങ് അബൌട്ട് ഇറ്റ്. അപ്പൊ എന്നിട്ട് ഇവരെ പറ്റിയൊക്കെ എഴുതാൻ പറ്റും. ഇപ്പൊ ഒരു മാത്തമാറ്റീഷ്യന്റെ ഒരു മൂവിയില്ലേ, എനിക്ക് പുള്ളിക്ക് പിന്നെ മെന്റൽ ഇഷ്യൂസ് വന്നിട്ട് പുള്ളിക്ക് പിന്നെ പഠിപ്പിക്കാൻ പറ്റത്തില്ല. പിന്നെ പക്ഷെ ലേറ്റർ ഹി ഗെറ്റ്സ് എ നോബൽ പ്രൈസ്. കാരണം പുള്ളി ആ മെന്റൽ ഇഷ്യൂസ് വെച്ചുകൊണ്ട് തന്നെ ഹി യൂസ് ടു കീപ് ഓൺ ഡൂയിങ് മാത്സ്. അപ്പൊ ഇതൊക്കെ ഒരു നമുക്ക് എക്സാമ്പിൾ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഹാർഡ് വർക്ക് എന്തുമാത്രം ഇമ്പോർട്ടന്റ് ആണ്, ഡിഫിക്കൽട്ടീസ് എങ്ങനെ എൻഡ്യൂർ ചെയ്യാന്നൊക്കെ ഉള്ള എക്സാമ്പിൾ പറയാൻ പറ്റിയ ഒരു ഇതാണ്. അപ്പൊ ഈ രീതിക്ക് നമുക്ക് എസ്സേയില് കുറെ ഒരു വാല്യൂ അഡിഷൻ കൊണ്ടുവരാൻ പറ്റും.